ഹായ് നമസ്കാരം. എല്ലാവർക്കും ബിറ്റ്കോഡെക്സ് ഡെവ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ആം, ഇന്ന് നമ്മൾ 30 ഡേയ്സ് ഓഫ് സോളിഡിറ്റിയുടെ സെക്കൻഡ് ഡേ ആയിരിക്കും സോൾവ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഡേ ചാലഞ്ച് ഞാൻ ഓൾറെഡി വെബ്3 കോമ്പസ് ചാലഞ്ചിൻ്റെ 30 ഡേയ്സ് ഓഫ് സോളിഡിറ്റി ചാലഞ്ചിൻ്റെ വെബ് പേജിലുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി ഇന്നത്തെ സെക്കൻഡ് ഡേ ചാലഞ്ച് എന്താണെന്ന് നോക്കിയിട്ട് നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ചാലഞ്ച് എന്ന് വെച്ചാൽ ബേസിക്കലി സേവ് മൈ നെയിം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റാണ് നമ്മൾ ഇന്നത്തെ ചാലഞ്ചിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മെയിൻലി നമുക്ക് എങ്ങനെ ഒരു യൂസർ ഇൻപുട്ട് വാല്യൂസ് നമുക്ക് എങ്ങനെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് സേവ് ചെയ്യാം, ആ സേവ് ചെയ്ത വാല്യൂസ് നമുക്ക് എങ്ങനെ തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇന്നലെ നമ്മൾ ബേസിക്കലി ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെ നമുക്ക് അതിനകത്തുള്ള ലോജിക്ക് റണ്ണാവുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ യൂസർ ഇൻപുട്ടൊന്നും എക്സ്റ്റേണലി കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ യൂസർ ഇൻപുട്ട് ആസ് പാരാമീറ്റേഴ്സ് നമ്മൾ ആ ഫംഗ്ഷനിന് കൊടുക്കുമ്പോഴത്തേക്കും അതെങ്ങനെ നമുക്ക് കോൺട്രാക്റ്റിലേക്ക് സേവ് ആവും, ആ സേവ് ആയ സംഭവം നമുക്ക് എങ്ങനെ ആ ഡേറ്റ നമുക്ക് എങ്ങനെ തിരിച്ച് റിട്രീവ് ചെയ്യാമെന്നായിരിക്കും നമ്മൾ ബേസിക്കലി ഈ കോൺട്രാക്ട് കൊണ്ട് പഠിക്കാൻ പോകുന്നത്. സോ ഇതിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് യൂസറിനൊരു നെയിം ആൻഡ് ഒരു ബയോ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ് നമുക്ക് വേണം. ആ വേരിയബിൾസ് നമുക്ക് ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് യൂസർ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഡേറ്റ യൂസർ ഇൻപുട്ട് ചെയ്ത ഡേറ്റ ആ ഫംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ വേരിയബിൾസിലേക്ക് സ്റ്റോർ ആവണം. എന്നിട്ടൊരു റിട്രീവ് ഫംഗ്ഷനും വേണം. ആ റിട്രീവ് ഫംഗ്ഷനിൽ നമുക്ക് ഈ സ്റ്റോറായ വേരിയബിൾസിലേക്ക് സ്റ്റോറായ ആ ഡേറ്റ റിട്രീവ് ചെയ്ത് കാണിക്കാൻ വേണം. സോ വളരെ സിമ്പിളാണ്. നമുക്ക് ഡയറക്റ്റ്ലി ഇത് എങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ആസ് യൂഷ്വൽ ഞാൻ തിരിച്ച് നമ്മുടെ റീമിക്സ് ഐഡിയയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ യൂസ് ചെയ്ത സെയിം വർക്ക് സ്പേസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നലത്തെ കോൺട്രാക്റ്റ് ഇവിടെ കാണാം. സോ ഞാനൊരു പുതിയ കോൺട്രാക്റ്റ് ആ കോൺട്രാക്ട്സ് ഫോൾഡർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, സേവ് മൈ നെയിം ഡോട്ട് സോൾ എന്ന് പറഞ്ഞിട്ട്. ഓൾസോ ഞാൻ പോയി ബേസിക് ആയിട്ടുള്ള കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണോ ആവശ്യം ആ ഇൻഫർമേഷൻ ഓൾറെഡി ടൈപ്പ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന പോലെ ആദ്യം നമ്മുടെ ലൈസൻസ് ഐഡൻറ്റിഫയർ കൊടുക്കണം, നമ്മുടെ സോളിഡിറ്റി വേർഷൻ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് കോൺട്രാക്ട് കീവേഡ് യൂസ് ചെയ്ത് കോൺട്രാക്ട് നെയിം വെച്ച് നമുക്ക് കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ബേസിക്കലി നമുക്ക് നമ്മുടെ കോൺട്രാക്ട് എന്തിനാണെന്നുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ റീഡബിലിറ്റി നന്നായിട്ട് കൂട്ടും. സോ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ടൈറ്റിൽ ആൻഡ് ഓൾസോ നമ്മുടെ കോൺട്രാക്റ്റ് എന്ത് ഫംഗ്ഷനാണ് നമ്മുടെ കോൺട്രാക്റ്റ് സെർവ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ നമുക്ക് പ്രോപ്പർലി ഡിസ്ക്രിപ്ഷനിലൂടെ കൊടുക്കാൻ പറ്റും. സോ കൂടുതലൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. സോ നമ്മുടെ ചാലഞ്ച് പറഞ്ഞ പോലെ ആദ്യം നമുക്ക് രണ്ട് വേരിയബിൾസാണ് വേണ്ടത്, നമ്മുടെ നെയിമും ആ നെയിമിൻ്റെ ബയോയും സേവ് ചെയ്യാനായിട്ട്. സോ ഇത് രണ്ടും നെയിമും ബയോയും ഒരു സ്ട്രിങ് ആണ്. സോ നമുക്ക് വേണ്ടത് സ്ട്രിങ് വേരിയബിളാണ്. സോ എങ്ങനെയാണ് സ്ട്രിങ് വേരിയബിൾ എഴുതുക എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ എല്ലാ കോഡിലും എഴുതുന്ന പോലെ സ്ട്രിങ് എന്നുള്ള ഡേറ്റ ടൈപ്പ് സോളിഡിറ്റിയിലും ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യുക. സ്ട്രിങ് നമ്മുടെ ഐഡൻറ്റിഫയർ എന്ന് വെച്ചാൽ പബ്ലിക് ആയിട്ടുള്ള വേരിയബിൾ ആയിരിക്കും. ആ വേരിയബിളിൻ്റെ പേര് നെയിം എന്നായിരിക്കും ഫസ്റ്റ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബയോയും വേണം. സിമിലർലി നമ്മൾ സ്ട്രിങ് ആയിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ളൊരു സ്ട്രിങ് വേരിയബിൾ ബയോ എന്നുള്ള പേരിൽ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. സോ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇത് രണ്ടും സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്, ഗ്ലോബലി അവൈലബിൾ ടു ദ എൻറ്റയർ കോൺട്രാക്റ്റ് ആണ്. ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നമ്മൾ ആദ്യം നമ്മുടെ ഈ നെയിമും ബയോയും സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ ഫംഗ്ഷൻ്റെ മെയിൻ ഗോൾ. സോ നമ്മൾ സേവ് ഇൻഫോ എന്ന് ഞാൻ ഒരു പേര് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ സേവ് ഇൻഫോ എന്നിവിടെ കൊടുക്കുന്നത്. ഇനി ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി ഒരു പബ്ലിക് ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് ഈ ഫംഗ്ഷനെ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസറിന് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും ആ യൂസറിന് സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റണം. അതായത് യൂസറിന് സേവ് ചെയ്യാൻ താല്പര്യമുള്ള നെയിമും യൂസറിന് സേവ് ചെയ്യാൻ താല്പര്യമുള്ള ബയോയും ഈ ഫംഗ്ഷനിൽ കോൾ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റണം. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് രണ്ട് പാരാമീറ്റേഴ്സാണ്, രണ്ടും സ്ട്രിങ് പാരാമീറ്റേഴ്സാണ്. സോ ബേസിക്കലി നമ്മൾക്കൊരു സ്ട്രിങ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ ബേസിക്കലി പാരാമീറ്റേഴ്സ് സോളിഡിറ്റിയിൽ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആ നെയിമിംഗ് കൺവെൻഷനിൽ എപ്പോഴും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്കോർ നെയിം ഓഫ് ദ പാരാമീറ്റർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു സ്ട്രിങ് ഒരു നെയിം കൊടുക്കണം. ഓൾസോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബയോയും കൊടുക്കണം. ഓക്കെ, ഞാൻ രണ്ടും കൊടുത്തു. പക്ഷേ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു എറർ വരുന്നുണ്ട്. എന്താ നമുക്ക് നോക്കാം. സോ ഇതിൽ പറഞ്ഞാൽ ഡേറ്റ ലൊക്കേഷൻ മസ്റ്റ് ബി മെമ്മറി ഓർ കോൾ ഡേറ്റ ഫോർ പാരാമീറ്റേഴ്സ് ഇൻ ഫംഗ്ഷൻ ബട്ട് നൺ വാസ് ഗിവൺ. സോ നമ്മുടെ സ്ട്രിങ്ങിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സോളിഡിറ്റിക്കകത്ത് ബേസിക്കലി ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സാധനം സേവ് ചെയ്യുമ്പോഴോ നമുക്കതിനെ
മെയിൻലി മൂന്ന് ഡിഫറെൻറ്റ് രീതിയിൽ സേവ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നമുക്ക് സേവ് ചെയ്യാമെന്ന് പറയാം. അതിലൊന്ന് പറയുന്നത് മെമ്മറി, പിന്നെ ഒന്ന് സ്റ്റോറേജ്, പിന്നെ ഒന്ന് കോൾ ഡേറ്റ. സോ ഇവിടെ നമ്മൾ ഈ സ്റ്റേറ്റ് വേരിയബിൾസ് ആയിട്ട് മെയിനായിട്ട് ഗ്ലോബലി ഇവിടെ ചെയ്യുന്ന എല്ലാ വേരിയബിൾസും നേരെ പോകുന്നത് സ്റ്റോറേജിലോട്ടാണ്. അതൊരു പെർമനൻറ്റ് സ്റ്റോറേജ് ആണ്. സോ ബേസിക്കലി നമ്മുടെ ഈ കോൺട്രാക്റ്റ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്താൽ പോലും ആ ഡേറ്റ പെർസിസ്റ്റ് ചെയ്യും. സോ നമുക്കിപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറേജിലായിരിക്കും അത് സേവ് ചെയ്യാന്നുള്ളത്. ഇനി നമ്മളൊരു ഈ 2 വേരിയബിളും ഒരു ഗ്ലോബൽ വേരിയബിളോ സ്റ്റേറ്റ് വേരിയബിളോ അല്ല, ഇത് ഈ ജസ്റ്റ് ഫംഗ്ഷന് വേണ്ടി മാത്രം ആവശ്യമുള്ള 2 പാരാമീറ്റേഴ്സ് വേരിയബിൾസ് ആണ്. സോ ഇത് നമുക്ക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഡേറ്റ നമുക്ക് പെർസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞ് സേവ് ചെയ്ത് ഈ നെയിമും ബയോയും നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസിലോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. അങ്ങനെ വരുന്നതിന് നമ്മൾ മെയിൻലി ചെയ്യുന്ന 2 ലൊക്കേഷൻസാണ് മെമ്മറി ആൻഡ് കോൾ ഡേറ്റ. സോ നമ്മൾ സ്ട്രിങ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് മെമ്മറി എന്നുള്ള ഈ ഒരു കീവേഡും കൂടെ നമ്മൾ ഇവിടെ കൊടുക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഈ ഡേറ്റ നമുക്ക് ഈ ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡേറ്റ പിന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല. സോ ഇത് രണ്ടും നമ്മളിവിടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി നമ്മുടെ ഫംഗ്ഷൻ സേവ് ഇൻഫോം ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ 2 പാരാമീറ്റേഴ്സ് എടുക്കുന്നു. സോ ദാറ്റ് യൂസർ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നെയിമും ബയോയും ഇതിൽ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ നെയിമും ഈ അണ്ടർസ്കോർ നെയിം ആൻഡ് അണ്ടർസ്കോർ ബയോ എന്ന് പറഞ്ഞാൽ ഈ 2 ഡേറ്റ എടുത്ത് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസിലേക്ക് സേവ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. നെയിം ഈക്വൽ ടു അണ്ടർസ്കോർ നെയിം. നമ്മുടെ ഈ ഒരു മെമ്മറിയിലുള്ള ഈ ടെമ്പററി ഡേറ്റ എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് വേരിയബിളിലേക്ക് കൊടുക്കുന്നു. സോ ദാറ്റ് ആ ഡേറ്റ ഡിസ്കാർഡായി പോവില്ല. സിമിലർലി നമ്മൾ ബയോയും എടുത്ത് നമ്മുടെ യൂസർ ഇൻപുട്ടായിട്ടുള്ള ടെമ്പററി ഡേറ്റ എടുത്ത് നമ്മുടെ സ്റ്റേറ്റ് വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ സേവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സേവ് ചെയ്ത ഫംഗ്ഷൻ ഈ ഡേറ്റ നമുക്കിവിടെ ഒന്ന് തിരിച്ച് നമുക്ക് എന്തൊക്കെ ഈ ഡേറ്റ കറക്റ്റാണോ അല്ലേ, ഡേറ്റ കറക്റ്റായിട്ട് സേവ് ആയോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു റിട്രീവ് ഫംഗ്ഷൻ കൂടെ വേണം. സിമിലർലി നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗെറ്റ് ഇൻഫോ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടെ വയ്ക്കാം. ഇവിടെ നമ്മൾ എന്തായാലും യൂസർ ഇൻപുട്ടൊന്നും കൊടുക്കുന്നില്ല, നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് വേരിയബിൾസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. സോ ഇത് ഒരു പബ്ലിക് ഫംഗ്ഷൻ ആയിരിക്കും. സോ യൂസർ ഇൻപുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാരാമീറ്റേഴ്സ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റേറ്റ് വേരിയബിൾസിൻ്റെ ഡേറ്റ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മെയിൻ രീതി. സോ ബേസിക്കലി നമ്മളിവിടെ ഡേറ്റ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഡേറ്റ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബേസിക്കലി ഡേറ്റ റിട്ടേൺ ചെയ്യണം, വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ സോളിഡിറ്റിക്കകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ഫംഗ്ഷനിൽ ഒരു ഒരു കീവേഡായിട്ട് നമ്മൾ അതിൽ കൊടുക്കണം. സോ അതിൽ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റിട്ടേൺസ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഒരു പാരന്തസിസിനകത്ത് നമ്മൾ കൊടുക്കും. നമുക്കൊരു സ്ട്രിങ് ഉണ്ട് വിച്ച് ഈസ് നമ്മുടെ നെയിം, സ്ട്രിങ് മെമ്മറി, ഓൾസോ ഒരു സ്ട്രിങ് കൂടെ ഉണ്ട് വിച്ച് ഈസ് നമ്മുടെ ബയോ. സോ നമ്മൾ നെയിമും റിട്ടേൺ ചെയ്യണം, ബയോയും റിട്ടേൺ ചെയ്യണം. സോ നമുക്ക് രണ്ടും പ്രോപ്പറായിട്ട് 2 സ്ട്രിങ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇവിടെ കറക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ റിട്ടേൺ ചെയ്യണോ, ഇപ്പോൾ സ്ട്രിങ് റിട്ടേൺ ചെയ്യണം, അതുപോലെ ഒരു ഒരു ഇൻഡിജർ റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ട്രിങ്ങിന് പകരം എന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, അതിൻ്റെ പ്രോപ്പർ ഡേറ്റ ടൈപ്പ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക. ഓക്കെ, നമ്മളിത് ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതി. ഇനി നമ്മൾ ഈ ഫംഗ്ഷനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ വെറുതെ നമ്മുടെ ഓൾറെഡി ഉള്ള ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ റീഡ് ചെയ്യുക. ഈ നെയിമും ബയോയും റീഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുള്ള ഒരു ഫംഗ്ഷൻ മാത്രമേ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഈ സ്റ്റേറ്റ് വേരിയബിൾസിനെ നമ്മൾ ഒരു രീതിയിലും ചേഞ്ച് ചെയ്യുന്നോ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മോഡിഫൈയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് വേരിയബിൾസിന് ഒരു മോഡിഫിക്കേഷനും വരുത്താതെ ജസ്റ്റ് റീഡ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷണാലിറ്റി മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ ഈ ഒരു ഫംഗ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഒരു കീവേഡ് ഉണ്ട്, അതിൽ വ്യൂ എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ ഫങ്ഷൻസ് വിച്ച് ഡസ് നോട്ട് റിക്വയർ എനി സ്റ്റേറ്റ് വേരിയബിൾ മോഡിഫിക്കേഷൻസ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഗ്ലോബൽ വേരിയബിൾസിൽ ഒരു മോഡിഫിക്കേഷൻസ് ആവശ്യമില്ല. നമുക്ക് ആ ഫംഗ്ഷൻ ഒരു വ്യൂ ഫംഗ്ഷൻ ആണെന്ന് പ്രോപ്പർലി ഇവിടെ മെൻഷൻ ചെയ്യാം. സോ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല.
നേരെ റിട്ടേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ട് സാധനം റിട്ടേൺ ചെയ്യണം, നമ്മുടെ നെയിം ആൻഡ് ബയോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ 2 സ്റ്റേറ്റ് വേരിയബിൾസും റിട്ടേൺ ചെയ്യുന്നു. വളരെ സിമ്പിളായിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഇതുകൊണ്ട് നമ്മൾ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഒരു സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് യൂസർ ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിൽ അത് എങ്ങനെ നമുക്ക് ഇതിലോട്ട് പ്രോപ്പർലി സ്റ്റോർ ചെയ്യാം, ആൻഡ് ഓൾസോ പ്രോപ്പർലി നമുക്ക് ആ ഇൻഫോ എങ്ങനെ റിട്ടേൺ ചെയ്യാം, അതിൻ്റെ പെരിഫറൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് ആവശ്യമുള്ള കീവേഡ്സ് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഇതിൽ പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതുകൊണ്ട് പഠിക്കുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് ഇതൊരു വളരെ ബേസിക്കായുള്ള കാര്യമാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഫ്യൂച്ചറിലോട്ട് പോകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഒരു NFT നമ്മൾ ഒരു കളക്ഷൻ നമ്മൾ ഇടുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ഡേറ്റ സേവ് ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ചെയ്യണം വിത്തൗട്ട് എനി പ്രോബ്ലം. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെ ഈ ഒരു റിട്രീവൽ ആൻഡ് സേവിങ് ആൻഡ് റിട്രീവൽ ഓൺ കറക്റ്റായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻസിൽ, മെമ്മറി ലൊക്കേഷൻസിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇതാണ് ഇന്നത്തെ മെയിൻ ചാലഞ്ച്. നമുക്കിതൊന്ന് സേവ് ചെയ്തിട്ട് കൺട്രോളേഴ്സ് ഓർ കമാൻഡേഴ്സ്, സോ യു ക്യാൻ സേ പ്രോപ്പർലി സേവായി നമുക്ക് നേരെ അത് ഡിപ്ലോയ് ചെയ്യാം. ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ വന്നിട്ട് നേരെ മേക്ക് ഷുവർ നമ്മൾ കറക്റ്റ് സോളിഡിറ്റി, നിങ്ങളുടെ കറക്റ്റ് കോൺട്രാക്റ്റാണ് ഇവിടെ സെലക്റ്റഡ് എന്ന്, എന്നിട്ട് നേരെ ഡിപ്ലോയ് കൊടുക്കുക. ഡിപ്ലോയ് കൊടുക്കുമ്പോൾ കാണാം ഇവിടെ സേവ് ഇൻഫോ ഉണ്ട്. സേവ് ഇൻഫോയ്ക്ക് നമുക്കിവിടെ ബയോ, നെയിം ആൻഡ് ഗെറ്റ് ഇൻഫോ. ഇപ്പോൾ ഗെറ്റ് ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒന്നുമില്ല അതിനകത്ത്, നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ സേവ് ഇൻഫോ പോയിട്ട് നമുക്ക് ഒരു നെയിമും ഒരു ബയോയും കൊടുക്കാം. റാം ഐ ആം എ ഡെവലപ്പർ. ഓക്കെ, നമുക്ക് സേവ് ഇൻഫോ കൊടുത്താം. ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് വന്നു, സേവായി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം ഈ പ്രോപ്പർ ഡേറ്റ സേവായോ ഇല്ലയെന്ന്. ഗെറ്റ് ഇൻഫോ, യെസ്, പ്രോപ്പർലി ഫസ്റ്റ് സ്ട്രിങ്, അതായത് നമ്മൾ നെയിം സേവ് ആയിട്ടുണ്ട്. സെക്കൻഡ് സ്ട്രിങ് ബയോ, അതും പ്രോപ്പർലി ഇവിടെ സേവ് ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആസ് പ്രോമിസ്ഡ് ലാസ്റ്റ് ടൈം ഈ ചാലഞ്ചിൽ നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ഓരോ കോൺട്രാക്റ്റ് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ചാലഞ്ച്. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ 2 സ്ട്രിങ് വേരിയബിൾസ് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ അറ്റ് എ ടൈം ഒരു നെയിമും ബയോയും ഒക്കെ സേവ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ ചാലഞ്ചിൽ നിങ്ങൾക്ക് തരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഒരു ബേസിക് വേരിയബിൾ, സ്ട്രിങ് വേരിയബിൾ, നിങ്ങളൊരു സ്ട്രിങ് അറേ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് മൾട്ടിപ്പിൾ നെയിംസ് നിങ്ങൾക്ക് സേവ് ചെയ്യുക. എന്നിട്ട് ആ സേവ് ചെയ്ത നെയിംസിനെ ആ അറേയുടെ ഇൻഡെക്സ് യൂസ് ചെയ്ത് അതിനെ നമുക്ക് ഓരോന്നായിട്ട് റിട്രീവ് ചെയ്ത് കാണിക്കാൻ പറ്റുക എന്നുള്ള ഒരു ചലഞ്ചാണ്. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ചലഞ്ച് എന്താണെന്ന്. അതിൻ്റെ ആസ് യൂഷ്വൽ ഞാൻ താഴെ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതാണ് ഇന്നത്തെ ബേസിക് നമ്മുടെ ചാലഞ്ച് ആൻഡ് ഓൾസോ നിങ്ങൾക്കുള്ള അസൈൻമെൻറ്റ്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. ലൈക്ക് ചെയ്തെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഇടുക. അത് ഞാൻ തീർച്ചയായും പരിഗണിക്കുന്നതായിരിക്കും. സോ അടുത്ത ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഡേ 3 കാണുന്നവരെ ബൈ. താങ്ക് യു.